ഇൻട്രഡക്ഷൻ ടു NLP, NLP എഞ്ചിനീയറുടെ റോള്, അല്ലെങ്കിൽ NLP എഞ്ചിനീയറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും. പിന്നെ നമ്മൾ AI-യുടെ മെഷീൻ ലേണിംഗിന്റെ ഡീപ്പ് ലേണിംഗിന്റെ കൺസെപ്റ്റ്സ് പറയും. പിന്നെ NLP-യുടെ ടെക്നിക്സ്, പൈപ്പ് ലൈന്, NLP ആയിട്ട് ബന്ധപ്പെട്ട റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്, ഒരു കരിയർ ഇൻസൈറ്റ്, സാലറീസ്, അതൊന്നും ഞാൻ പറയുന്നില്ല. കരിയർ ഇൻസൈറ്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഇതെനിക്ക് മൂവ് ചെയ്യാൻ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നു. പിന്നെ ഇതിന്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് NLP-യുടെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ, അതൊരു AI ബ്രാഞ്ചാണ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇന്ററാക്ഷൻ നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ NLP എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെഷീനെ കൊണ്ട് റീഡ് ചെയ്യിക്കുക, മനസ്സിലാക്കിക്കുക, പ്രോസസ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? അതാണ് നമ്മളിവിടെ NLP കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അപ്പോ ഒരു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷനും മെഷീൻ പ്രോസസ്സിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉദാഹരണങ്ങളായിട്ട് അത് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഇങ്ങനെയാ: സെന്റിമെന്റ് ആൻഡ് അനാലിസിസ്, ചാറ്റ് ബോട്ട്സ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷനിൽ കൂടെ. സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് കൊള്ളാം, കുറച്ചു കൊള്ളാം, തല്ലിപ്പൊളിയായിരുന്നു, അറിവോറ്, ഇങ്ങനെ നമ്മൾ പല വാക്കുകൾ വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യും. അതൊക്കെ സെന്റിമെന്റൽ അനാലിസിസിന്റെ ഏരിയയിൽ വരുന്നതാണ്. ചാറ്റ് ബോട്ട്സ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ NLP എഞ്ചിനീയറുടെ റോള്, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഇപ്പൊ ഇത് ഔട്ട്ലൈൻ പറയുന്നേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോ NLP എഞ്ചിനീയർ ചെയ്യേണ്ട ജോലി എന്താന്ന് വെച്ചാൽ, ആ ആള് NLP സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. അയാൾക്ക് വേണ്ട ഈ സ്കിൽസ് പൈത്തൺ, ജാവയും കുറച്ച് ഡൊമിനന്റ് ആണ് ഈ മേഖലയിൽ, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസിൽ. അപ്പോ ഈ ആള് NLP പൈപ്പ് ലൈൻസ് ഡിസൈൻ ചെയ്യും, ചില സെന്റിമെന്റ് അനാലിസിസ് ടൂൾസ് എല്ലാം ഡിസൈൻ ചെയ്യും. അപ്പോ ഈ ആൾക്കാർക്ക് കമ്പ്യൂട്ടർ സയൻസില്, ലിംഗ്വിസ്റ്റിക്സില്, AI-ല് ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. ഈ ലിംഗ്വിസ്റ്റിക്സിലും ഒരല്പം ബാക്ക്ഗ്രൗണ്ട് ഇവർ പറയുന്നുണ്ട്. നമ്മള് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടാത്തൊരു മേഖലയാണ് അത്. ഭാഷാശാസ്ത്രമാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധമില്ല അതിന്. അപ്പൊ അതുമായിട്ട് അതിന്റെ ഒരു നോളജും കൂടെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് NLP ടെക്നിക്സ് അറിയണം. ഇവിടെ നമ്മൾ പൈത്തന്റെ ലൈബ്രറി ആണ് പറയുന്നത്. NLTK, SPACY. ഇത് എന്താ ലൈബ്രറീസ് ആണ് പറഞ്ഞത്. നമ്മൾ ചാറ്റ് ബോട്ട്സ്, സെന്റിമെന്റൽ അനാലിസിസ്, ട്രാൻസ്ലേഷൻ മോഡൽസ്, ഇനി അതിന്റെ ഡൊമൈൻസ് അങ്ങനെയുള്ളത് പറയുക. നമുക്ക് ബ്രോഡ് ഡൊമൈനിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബ്രോഡ് ഡൊമൈൻ ഓഫ് ഇന്റലിജൻസ് സിസ്റ്റം, subset of AI that learns from data, subset of ML focusing on neural networks. ഈ ബ്രോഡ് ഡൊമൈൻ ഓഫ് ഇന്റലിജൻസ് സിസ്റ്റംസ് എനിക്ക് തോന്നുന്നത് 70കളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. നമുക്കത് സ്ലൈഡ്സിൽ നോക്കാം. എക്സ്പേർട്ട് സിസ്റ്റംസ് ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡാറ്റ അനാലിസിസ്, ഡേറ്റ മെഷീൻ ലേണിംഗ് എല്ലാം വന്നപ്പോഴാണ് അത് മറ്റൊരു ഡയറക്ഷനിലേക്ക് പോയി. ഇവിടെ ഒരു ഡേറ്റാബേസ് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. നമുക്കത് നോക്കാം, ആ ഡീറ്റെയിൽ വരുമ്പോൾ നോക്കാം. അപ്പൊ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് കറണ്ട് ആയിട്ടുള്ള ഒരു
ഇതില് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് ഡിവൈഡിങ് ടെക്സ്റ്റ് ഇൻറ്റു മാനേജബിൾ യൂണിറ്റ്സ്. ഈ പങ്ക്ച്വേഷൻ മാർക്കിന്റെ സ്പ്ലിറ്റ് ചെയ്യും. ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ്സിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ടോക്കണൈസേഷൻ. നമ്മള് ആ വേർഡ്സിന് തന്നെ ടോക്കൺസ് എന്നൊരു മീനിങ് ഉണ്ട്. എനേബിൾ സിൻടാക്സ് ആൻഡ് സെമാറ്റിക് അനാലിസിസ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കല്, സെമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഫുൾ എന്നാണ് വാക്കിനർത്ഥം. ഇതിന് നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, സീത പ്ലേസ് ഗിത്താർ or സിത്താർ എനിത്തിങ്. ഇതില് സിത്താർ പ്ലേസ് സീത എന്ന് പറഞ്ഞാലും ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷെ അത് മീനിങ് ഫുൾ അല്ല. ആ മീനിങ് ഫുൾ അല്ല എന്ന് പറയാനാണ് നമ്മൾ സെമാറ്റിക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഗ്രാമാറ്റിക്കലി നമ്മൾ അത് പറഞ്ഞാൽ അത് ഓക്കെയാ, പക്ഷെ അതൊരു മീനിങ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതായത് സിത്താറ് ഗീതയെ വായിക്കുന്നു അല്ലെങ്കിൽ സീതയെ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മീനിങ് ഫുൾ അല്ല, പക്ഷെ ഗ്രാമാറ്റിക്കലി കറക്റ്റാ. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ സെമാറ്റിക് എന്ന് പറഞ്ഞ് ഒരു മീനിങ് ഫുൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ സ്ട്രിപ്പിംഗ് അഫിക്സസ് ടു ഫൈൻഡ് വേർഡ് സ്റ്റംസ്. ഇത് സ്ട്രിപ്പിംഗ് അഫിക്സസ് ടു ഫൈൻഡ് വേർഡ് സ്റ്റംസ്, ഇങ്ങനെ ഒരു പരിപാടി. നമ്മളതിന് റൂട്ട് എന്നൊക്കെയാണ് ലിംഗ്വിസ്റ്റിക്കിൽ പറയുന്നത്. ഇതൊരു ഭാഷാ ലിംഗ്വിസ്റ്റിക് ആണ് ആ ഏരിയ. അതായത് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിന്റെ റൂട്ട് വേർഡ് ഏതാന്ന് നോക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഭാഷാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. നമുക്കത് നോക്കാം. അത് നമ്മൾ മലയാളത്തിലാണെങ്കിലും ഇന്ത്യൻ ഭാഷകളിലെല്ലാം, ഹിന്ദിയിലും സംസ്കൃതത്തിലും ഒക്കെ അതിന്റെ റൂട്ട് ഇന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ നമ്മൾ ആ വകഭേദങ്ങൾ പറയാ. ഇപ്പം ഓടുന്നു എന്ന് പറയുമ്പോൾ ഓടുക, ഓടാം, അങ്ങനെ അതിന്റെ ഒരു ഡിഫറെന്റ് മീനിങ് കിട്ടുന്നില്ല. അവിടെ ആ ഓടുക എന്നുള്ളതിന്റെ ഡിഫറെന്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണത്. നമുക്ക് നോക്കാം. ലെമറ്റൈസേഷൻ, പ്രോസസ് ഓഫ് റെഡ്യൂസിങ് വേർഡ്സ് ടു ഡിക്ഷണറി റൂട്ട് ഫോംസ്. അപ്പോ ആ ING ഫോമിലോ ED ഫോമിലോ പാസ്റ്റ് പ്രസന്റ് അങ്ങനെ ഏതെങ്കിലും ഫോമിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഡിക്ഷണറി ഫോമിലേക്ക് മാറ്റുക, അങ്ങനെ മീനിങ് കണ്ടുപിടിക്കുക. അതാണ് അവിടെ വരുന്നത്. സ്റ്റെമ്മിങ് ആൾവേസ് പ്രൊഡ്യൂസസ് വാലിഡ് ഡിക്ഷണറി. അവിടെ ആ സ്റ്റെം ചെയ്യല് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ജമ്പിങ്ങിലെ ജമ്പ് ING വിട്ട് കളഞ്ഞിട്ട്. എനിവേ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് റൂട്ടിലേക്ക് എത്തേണ്ട സ്റ്റെപ്പ് പറയുന്നു. അല്ല, ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ പറയുന്ന റൂട്ടുമായിട്ട് ബന്ധമില്ല. ഓക്കെ, അല്ല റൂട്ട് വേർഡ് ആയിട്ടുള്ള റൂട്ട് വേർഡ് ആയിട്ടിലേക്ക് എത്തണ്ടേ. അതെ. അതായത് എങ്കിലേ നമുക്ക് ഡിക്ഷണറി വെച്ച് മീനിങ് പറയാൻ പറ്റുള്ളൂ. ഈ ചില ഭാഷകളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ ഉണ്ട്. എനിക്ക് കന്നഡയൊന്നും അറിയില്ല. നമുക്ക് ഈ ആൾക്കാർ മാറുന്ന അനുസരിച്ച് വെർബിന് മാറ്റം വരുന്നു. ഇപ്പോ സ്ത്രീ പുരുഷൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വെർബിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ചില ഭാഷകളിൽ അങ്ങനെയല്ല, അത് ആ വെർബിന് വ്യത്യാസം വരും. നമുക്ക് മലയാളത്തിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കമ്പാരിസൺ എവിടെയോ കണ്ട, അവര് കുറച്ച് കന്നഡയെല്ലാം വെച്ചിട്ടാ അത് പറഞ്ഞു. അപ്പോ അത് എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ അങ്ങനെ ഉണ്ട്. അതായത് സ്ത്രീ പറയുകയാണെങ്കിൽ വെർബിന് സ്ത്രീലിംഗം ഉണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? ആണുങ്ങൾ പറയുകയാണെങ്കിൽ ആ വാക്ക് ആ വെർബിന് പുല്ലിംഗമുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഞാനിത് എന്ത് പറഞ്ഞപ്പോഴാ പറഞ്ഞത്? അപ്പൊ അവിടെ റൂട്ട് വേണം. റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മീനിങ് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ പാർട്ട് ഓഫ് സ്പീച്ച്, ഗ്രാമാറ്റിക്കൽ റോൾസ്, നൗൺ, വെർബ്, ഇമ്പോർട്ടൻസ്, അണ്ടർസ്റ്റാൻഡിങ് സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് കണ്ടക്സ്റ്റ്.
പിന്നെ നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ, ഐഡന്റിഫൈങ് എൻറ്റിറ്റീസ് ലൈക്ക് നെയിംസ്, ലൊക്കേഷൻസ് ആൻഡ് മോണിറ്ററി വാല്യൂസ്. അതിന്റെ വാക്കുകൾ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് നെയിംസ് ആണ്, ലൊക്കേഷൻ സ്ഥലങ്ങള്, മോണിറ്ററി വാല്യൂസ് അതിന്റെ വില. പിന്നെ അവിടെ സോർട്ടിംഗ് ഡേറ്റ, സമ്മറൈസിങ് കണ്ടന്റ്, ടെക്സ്റ്റ് മൈനിങ് ഇൻ NLP, എക്സ്പ്ലോറിംഗ് ആൻഡ് അനലൈസിങ് അൺസ്ട്രക്ചേർഡ് ടെക്സ്റ്റ്, ഇങ്ങനെ ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. ദെൻ ഇത് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് ആണ്, കസ്റ്റമർ സർവീസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ്. ഈ അലക്സ, സിറി പോലെയുള്ള വെർച്വൽ അസിസ്റ്റൻസ് അവിടെയൊക്കെയാണ് ഈ NLP ആപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ ഈ കൺവേർട്ടിംഗ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ടെക്സ്റ്റ്, വോയിസ് കമാൻഡ്സ്, ഓട്ടോമേറ്റഡ് ട്രാൻസ്ക്രിപ്ഷൻ സർവീസസ്, ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇപ്പോൾ ഉള്ള ചില AI ടൂൾസ് എല്ലാം വെച്ചിട്ട്? ഇല്ല, ഞാൻ NLP ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഒരു 99% ആക്യുറസി ഉണ്ട് ഇന്ന്. ഓക്കെ, ഞാൻ ഇപ്പൊ കൂടെ ഞാൻ എന്തോ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയതാ. ഭയങ്കരമായിട്ട് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുവിധം മലയാളം അറിയാവുന്നവന് മലയാളം ഒപ്പിച്ചെടുക്കാമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല, ഇന്ന് അങ്ങനെയല്ല. ഒരു പക്ഷേ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് കൺവേർട്ട് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലേക്ക് വരാത്ത വാക്കുകൾ കൂടെ കമ്പ്യൂട്ടറിന് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അത് പ്രോപ്പർ ആവും. അപ്പോ ഒരു ചെറിയ ഇന്ററപ്ഷൻ മതി, ചില ചെറിയ കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ. ബാക്കി ആൾമോസ്റ്റ് നമ്മളെക്കാട്ടിലും ഭംഗിയായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില കാര്യങ്ങൾ ഭയങ്കര ഫൂളിഷായിട്ട് തോന്നും, പക്ഷെ ഈ നമ്മളെക്കാൾ ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഇങ്ങനെ ചില വേർഡുകളുണ്ട്, പക്ഷെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തില് നമ്മുടെ ഓർമ്മയിലേക്ക് അത് വരണമെന്നില്ലല്ലോ. നമുക്കറിയാം ഈ ഇംഗ്ലീഷ് വാക്കിന് മലയാളം ഇതാണ്, അതിന് ഈ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോഴേ ഓർമ്മ വരുള്ളൂ. പക്ഷെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അതൊക്കെ ഓർമ്മ വരണമെന്നില്ലല്ലോ. ആ ഒരു ഏരിയയിൽ NLP ഭയങ്കര സംഭവം. അവിടെ ഈ കാര്യങ്ങൾ അത്ര ഓർമ്മിച്ച് വെക്കുകയും അല്ലെങ്കിൽ അതിന്റെ ആ ഡേറ്റാബേസിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യും. അക്കാര്യത്തില് ഇത് നല്ല ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അത് ഹ്യൂമൻ ബീങ്ങിന് അത്ര പോസിബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, കൺവേർട്ടിംഗ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ടെക്സ്റ്റ്, ഇതൊക്കെ ഞാൻ AI ടൂൾസ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. ജസ്റ്റ് അതായത് യൂട്യൂബ് വീഡിയോസ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യും. ഞാൻ തന്നെ ചില വായിച്ച കണ്ടന്റ് ടെക്സ്റ്റ് ആക്കി മാറ്റും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചില ഓൺലൈനിലുള്ള ടൂൾസ് വെച്ച് ചെയ്ത് നോക്കാറുണ്ട്, ചെയ്യാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ വോയിസ് കമാൻഡ്സ്, ഓട്ടോമേറ്റഡ് ട്രാൻസ്ക്രിപ്ഷൻ സർവീസ് എന്നുവെച്ചാൽ അതൊക്കെ നല്ല 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 ഡെവലപ്മെന്റ്സ് ആയി കഴിഞ്ഞു. എന്നാലും ചില ചെറിയ കാര്യങ്ങൾ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ വെച്ചിട്ട് മാറ്റേണ്ടതുണ്ട്, ഒരു 1%, 2% ഒക്കെ. അതർവൈസ് ഇറ്റ് ഈസ് ഗുഡ്. പിന്നെ ചില സെന്റൻസിന്റെ സ്ട്രക്ചർ ഒക്കെ ഇങ്ങനെ വരുമ്പോ ഒരു പക്ഷേ സാധാരണ മലയാളിക്ക് ഇങ്ങനെയൊക്കെ സ്ട്രക്ചറിൽ മലയാളം എഴുതാൻ പറ്റുമോ, അതിന് ഇച്ചിരി കൺഫ്യൂഷനൊക്കെ തോന്നാം. പക്ഷെ ആ സ്ട്രക്ചർ വൈസോ മീനിങ് വൈസോ അതൊന്നും തെറ്റല്ല. നമുക്ക് ബുദ്ധിമുട്ടാ ആകും ചിലപ്പോൾ, ഇച്ചിരി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ നോക്കുന്ന ഒരു അവസ്ഥയാണ്. ബട്ട് എനിവേ സംഭവം ഭയങ്കര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു. സെന്റിമെന്റൽ അനാലിസിസ്, എക്സ്ട്രാക്ടിങ് ഇമോഷൻസ് ഫ്രം ടെക്സ്റ്റ്, അതാണ് സെന്റിമെന്റൽ അനാലിസിസിൽ പറയുന്നത്. നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു പ്രശ്നമാണ്, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊള്ളാമെന്നോ കൊള്ളത്തില്ല എന്നോ അല്ല പറയുക, കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല. നമ്മൾ അത് ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം കണ്ടുപിടിക്കാൻ നല്ലല്ലോ സിനിമ കാണാൻ പോയി. അപ്പോ നമുക്കത് ആ ഇമോഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സെന്റിമെന്റ് അനാലിസിസ് ഉണ്ട്. അതിലെ ബ്രാൻഡ് മോണിറ്ററിങ്, കസ്റ്റമർ ഫീഡ്ബാക്ക്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ
ആപ്ലിക്കേഷൻ ഓഫ് NLP ഓട്ടോ കറക്ഷൻ, ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഗ്രാമർ സ്പെൽ ചെക്കിനെക്കാട്ടിലും വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഓട്ടോ കറക്ഷൻ. മുമ്പ് ആ ഡിക്ഷണറിയെ ബേസ് ചെയ്ത് മാത്രമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. വളരെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ പോലെ തോന്നുന്ന വിധത്തിലുള്ള ഈ സ്പെൽ ചെക്ക്, ഗ്രാമർ ചെക്ക് ഉണ്ട്. ഈ ഗ്രാമർലി പോലെയുള്ള ഓൺലൈൻ ടൂൾസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇത്. മെഷീൻ ലേണിംഗ് ഇൻ NLP. അപ്പൊ പ്രോസസിങ് ലാർജ് ഡേറ്റാ സെറ്റ് ഫോർ ടെക്സ്റ്റ് പാറ്റേൺ. ഇവിടെ ഒരു ലേണിംഗ് ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ ആ വഴി പഠിക്കുന്നത് പോലെ ഇവിടെ നമ്മുടെ ലാംഗ്വേജിന്റെ കറക്റ്റ്നെസ് അത് മനസ്സിലാക്കി തിരുത്തുകയും പുതിയ ലേണിംഗ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അങ്ങനെ അത് പെർഫെക്റ്റ് ആകുന്നുണ്ട്. നമ്മൾ പറയുന്ന വലിയ ലാർജ് ഡേറ്റാ സെറ്റ് വലുപ്പം കൂടുന്തോറും അത് പെർഫെക്ഷനിലേക്ക് പോകും. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ പറയുന്നത്, അല്ലെ? അങ്ങനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗിൽ പറയുന്നത്. ഓക്കെ. ഡീപ്പ് ലേണിംഗിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോർ അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് പ്രോസസ്. ഇത് നമ്മളൊരു ചെറിയ എലമെന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് ഡീപ്പ് ലേണിംഗിൽ, അല്ല, ഇന്റർമീഡിയറീസ് എല്ലാം വരുന്നത്. ഇതില് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ലൈക്ക് GPT ആണ് പറയുന്നത്. പിന്നെ ഇതിനകത്തെ കരിയർ, NLP കരിയർ പറയുന്നത് NLP എഞ്ചിനീയേഴ്സ്, NLP റിസർച്ചേഴ്സ്, NLP സ്പെഷ്യലിസ്റ്റ്, മേഖലകള്, എല്ലാ മേഖലകളും വരും. ഇവിടെ ജസ്റ്റ് ഹെൽത്ത് കെയർ, ഫിനാൻസ്, ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. ഇതില് എനിക്ക് കിട്ടിയ നോട്ടിനകത്ത് കുറച്ച് സാലറി ഒക്കെ പറഞ്ഞിരുന്നു. ദിസ് ഇസ് ദ സാലറി, 2.5 million to 5 million India, 60K to 90K. ഇതൊക്കെ അവർ പറയുന്നതാണ്. മിക്കവാറും കറക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ. ഒരു NLP പ്രൊഫഷണലിന്റെ സാലറീസ് അവർ. പിന്നെ പേഴ്സണലൈസ്ഡ് അസിസ്റ്റൻസ്. നമുക്ക് നേരത്തെ പറഞ്ഞ ഓരോ സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് why it is important today, skills, responsibilities, road map, pipeline, real world application of NLP, job roles, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആക്കുന്നത്, നമ്മൾ ഓൾറെഡി അതിനൊരു ഐഡിയ കിട്ടിയത് കൊണ്ടാണ് പറയുന്നത്. ഇച്ചിരി പെട്ടെന്ന്. ഈ കീ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അനലൈസ്, ഡെസിഫർ, അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ലാംഗ്വേജ്, perform task like translation, sentiment analysis, text summarization. NLP is a branch of artificial. Key objective അത് പറഞ്ഞു. Bridges gap നമ്മൾ പറഞ്ഞായിരുന്നു. സിറി, അലക്സ, ഗൂഗിൾ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് ബ്രിഡ്ജിങ് ഹ്യൂമൻ ആൻഡ് മെഷീൻ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ പ്രോസസിങ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ SQL മറ്റുള്ള ഡാറ്റാബേസ് ഒക്കെ വെച്ചിട്ട് സ്ട്രക്ചേർഡ് ഡാറ്റ മാത്രമേ പ്രോസസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് ഡാറ്റ അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അത് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇമെയിൽ, സോഷ്യൽ മീഡിയ എന്നൊക്കെ. അപ്പോ ആ അൺസ്ട്രക്ചേർഡ് ഡാറ്റ പ്രോസസ് ചെയ്യുന്നു. അവിടെയാണ് NoSQL എന്നൊക്കെ പറഞ്ഞുള്ള ചില ടൂൾസ് വരുന്നത്. അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ഡാറ്റ ഓർഗനൈസ്ഡ് ഡാറ്റയിന്ന് നമുക്ക് ചില ഹിഡൻ ഇൻഫർമേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് താരതമ്യേന എളുപ്പമാണ്. പക്ഷെ അൺസ്ട്രക്ചേർഡ് ഡാറ്റയിന്ന് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ NLP helps analyze, extract meaningful insight from this data. ഈ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റയിന്ന്. അപ്പോ റെപ്പറ്റേറ്റീവ് ടാസ്കിലാണ് നമ്മൾ പലപ്പോഴും ഇത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഇമെയിൽ ഫിൽട്ടറിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഡോക്യുമെന്റ് സമ്മറൈസേഷൻ, ഇത് നമ്മൾ ChatGPT, ജെമിനി ഒക്കെ കൊണ്ട് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡോക്യുമെന്റ് സമ്മറൈസേഷൻ.
ഉം. അല്ലെ? അതൊരു വലിയൊരു ഉം. സംഭവമാണ്. ഞാൻ ഇവിടെ ഡോക്യുമെന്റ് സമറൈസേഷൻ ചെയ്ത് ഞാൻ കൊടുത്തിരിക്കുന്ന നോട്ട് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു നോട്ടാണ്. ഇത് ഉം. സമറൈസ് ചെയ്യുക ചെയ്തത്. അതിൽ നിന്നാണ് ആ. ഈ സ്ലൈഡ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ. NLP-driven tools provide sentiment analysis to understand customer feedback and market trend. പിന്നെ help organization make informed decision based on textual data. Informed decision, ആ ഡിസിഷൻ മേക്കിങ്ങിൽ വലിയൊരു ഘടകമാണ്. നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട എല്ലാ ഇൻഫർമേഷനും കിട്ടുക എന്നുള്ളത്. അത് നമുക്ക് NLP ആപ്ലിക്കേഷനിൽ കൂടെ കിട്ടും. പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ടൂൾസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ ത്രൂ ടെക്സ്റ്റ് പാറ്റേൺ അനാലിസിസ്. ഇവിടെ ഒരു ടെക്സ്റ്റ് പാറ്റേൺ അനാലിസിസ് വെച്ചിട്ട് ഫ്രോഡ് ഡിറ്റക്ഷൻ പറയുന്നുണ്ട് റിയൽ വേൾഡില്. പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ് സപ്പോർട്ട് ബൈ അനലൈസിങ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഇവിടെയൊക്കെ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മെഡിക്കൽ ഡയഗ്നോസിസ്, മെഡിക്കൽ റിപ്പോർട്ട്സോ ഒക്കെ നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് നോക്കുമ്പോൾ അവന്റെ ഒരു കപ്പാസിറ്റിയിൽ നമ്മൾ സാധാരണ ഡ്യൂ ടു മൈ ഓവർ സൈറ്റ്, ഞാൻ കാണാതെ പോയി എന്ന് പറയുന്ന ഘടകങ്ങളും കൂടെ ഇത് കണ്ടെത്തും സമഗ്രമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു എലമെന്റില് മനുഷ്യനെക്കാട്ടിലും ബെറ്റർ ആണ് മെഷീൻ ലേണിംഗ്. എല്ലാ സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. ഒരു മനുഷ്യനത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവന് ശ്രദ്ധക്കുറവ് കൊണ്ട് വിട്ടുപോകുന്ന കാര്യങ്ങളും കൂടെ. പക്ഷെ മനുഷ്യന് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, അവന് കോമൺ സെൻസ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവരാന് ഇതിനെ കൊണ്ട് കഴിയും. അതൊരു വലിയ അഡ്വാൻറ്റേജ്. പിന്നെ അടുത്തത് അതിന്റെ സ്ലൈഡ്സിന്റെ കൂടെ ചേർക്കാൻ പറഞ്ഞതാണ്. പിന്നെ എഞ്ചിനീയറിന്റെ റോള് ഇയാൾ ചെയ്യേണ്ടത് ഡെവലപ്പ് സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻ ടു പ്രോസസ്, അനലൈസ് ആൻഡ് ജനറേറ്റ് ഹ്യൂമൻ ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. ഇതൊക്കെയാണ് NLP എഞ്ചിനീയറിന്റെ റോള്. Develop and optimize machine learning models for task and text classification, sentimental analysis, language translation. Create, അപ്പൊ NLP pipeline എന്ന് പറയുന്നത് create process for text pre-processing, tokenization. നമ്മൾ ടോക്കണൈസേഷൻ എന്നുള്ള എക്സ്പ്ലനേഷൻ നേരത്തെ കണ്ടതാ. ലിമറ്റൈസേഷൻ അല്ലെ? അത് നമ്മൾ അപ്പോ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് കണ്ടു, ടോക്കണൈസേഷൻ കണ്ടു, ആ റൂട്ടിലേക്ക് പോകുന്ന ലിമിറ്റൈസേഷൻ കണ്ടു അല്ലെ? അപ്പോ അങ്ങനെയാണ് അത് ആ ടെക്സ്റ്റ് പ്രോസസ്സിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇംപ്ലിമെന്റ് ആൻഡ് ഫൈൻ ട്യൂൺ അൽഗോരിതംസ് ഫോർ നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ, ടോപ്പിക് മോഡലിംഗ്, സ്പീച്ച് ടു ടെക്സ്റ്റ് കൺവേർഷൻ. അതിനകത്ത് algorithm implementation, integration with applications, deploying NLP models in real-world application like chatbots, virtual assistants, and analytic dashboards. ഇവിടെ പ്രോഗ്രാമിംഗ് സ്കില്ല് പൈത്തൺ, ജാവ, C++ പറയുന്നുണ്ട്. ലൈബ്രറീസ് ടെൻസർഫ്ലോ, സ്പാക്കി, NLTK, ഇതൊക്കെയാണ് അതിന്റെ ഫ്രെയിംവർക്ക്. ആ പൈത്തണിൽ അവൈലബിൾ ആണ്. മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റാബേസ്, അണ്ടർസ്റ്റാൻഡ് സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ഡീപ് ലേണിംഗ് ടെക്നിക്സ്. An NLP engineer working on a chatbot might use sentiment analysis to detect if a user is satisfied and tailor responses accordingly. അപ്പോ ഇത് NLP എഞ്ചിനീയർ റോളാണത്. ഓക്കെ. പിന്നെ ഇതിന്റെ റോഡ് മാപ്പ് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത്. പൈത്തൺ, ജാവ, C++, മെഷീൻ ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ്,
പിന്നെ ടൂൾസിൽ ആ ഫ്രെയിംവർക്ക് നമ്മൾ നേരത്തെ കണ്ടത് പറഞ്ഞു. പിന്നെ ഡേറ്റ സയൻസ് ഫണ്ടമെന്റൽസ് അവർക്ക് ഉണ്ടായിരിക്കണം. ഡേറ്റ മാനിപ്പുലേഷൻ മനസ്സിലാക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് മനസ്സിലാക്കണം. വിഷ്വലൈസേഷൻ നമ്മൾ മാറ്റ്പ്ലോട്ലിബും പവർ ബിഐയും കൊണ്ടൊക്കെ കണ്ട ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. essential programming language. Data manipulation. ഇത് നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ജോബിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ വേണ്ടത് ചാറ്റ് ബോട്ട്സ്, സെന്റിമെന്റ് അനാലിസിസ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ സിസ്റ്റം, ഇതൊക്കെയാണ് നമ്മളുടെ ആ പോർട്ട്ഫോളിയോയിൽ വരുന്നത്. ഓക്കെ. ചില ആൾക്കാര് ഞാൻ ചില മുമ്പൊരു 1-2 പ്രോജക്റ്റ് കണ്ടിരുന്നു. ഈ പാട്ട് കേട്ടിട്ട് അത് ശോകമാണോ ഹാപ്പി മൂഡിലാണോ അങ്ങനെയൊക്കെ പറയുന്ന, അതൊക്കെ സെന്റിമെന്റ് അനാലിസിസിനകത്ത് വരുന്ന അങ്ങനെയുള്ള ചില പ്രോഗ്രാംസ്, ചില പ്രോജക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന്റെ ചില ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അത് റിക്കവർ ചെയ്യുന്നതാണ്. അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഡീറ്റെയിൽസ് കാണും എൻ്റെ കയ്യിൽ. ഗെയിൻ പ്രാക്ടിക്കൽ എക്സ്പോഷർ ത്രൂ ഇന്റേൺഷിപ്പ് ഓർ എൻട്രി ലെവൽ റോൾസ് NLP ഫോക്കസ് ഓർഗനൈസേഷൻ. ഇപ്പോ ഗവൺമെന്റ് തന്നെ ഇടപെട്ടിട്ട് ചില ഇന്റേൺഷിപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അല്ലെ? അത് എങ്ങനെയൊക്കെയാ അത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിലൊക്കെ ഇന്റേൺഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതിനകത്തൊക്കെ ഭയങ്കര ഇടിയായിരിക്കും അല്ലെ? അതുമല്ല, ചിലപ്പോ വളരെ കുറച്ച് ഫേംസിന് ആ ഇന്റേൺഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ. ഹലോ. അപ്പോ ഇതില് സ്പെഷ്യലൈസ് ചെയ്യുന്നത് സ്പീച്ച് റെക്കഗ്നേഷൻ, മെഷീൻ ട്രാൻസ്ലേഷൻ, ജനറേറ്റ് AI കോൺവെർസേഷൻ ഏജൻസ്. ഓക്കെ. നെറ്റ്വർക്കിംഗ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇത് നമ്മളോട് പറയുകയാണ് നമ്മൾ എങ്ങനെ എൻഹാൻസ് ചെയ്യപ്പെടണം എന്ന് പറയുക. അതിന്റെ AI കോൺഫറൻസുകൾ, മീറ്റപ്സ്, വെബിനാർസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസ്, അതിന്റെ ലേറ്റസ്റ്റ്, ഇത് നമ്മൾ എങ്ങനെ നമ്മുടെ കണ്ടിന്യൂസ് ലേണിംഗ് നടക്കും എന്നുള്ളൊരു വിവരം തരുന്നത്. അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ആവും. AI ബേസ്ഡ് മെഷീൻ ലേണിംഗ്, ബ്രോഡ് ക്രിയേറ്റിംഗ്. AI നമ്മൾ പറഞ്ഞു, മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ട് അല്ലേ? ഡീപ്പ് ലേണിംഗ് നമുക്ക് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ, ഓട്ടോമേറ്റഡ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ, ലാർജ് ലാംഗ്വേജ് മോഡൽ LLM, ഇമേജ് റെക്കഗ്നേഷൻ, ഇതൊക്കെ ഡീപ്പ് ലേണിംഗിൽ വന്നു. പിന്നെ AI-യും ML-ഉം DL-ഉം തമ്മിലുള്ള ബന്ധം. DL എന്ന് പറയുന്നത് ML-ന്റെ സബ്സെറ്റ് ആണ്. ML എന്ന് പറയുന്നത് AI-യുടെ സബ്സെറ്റ് ആണ്. അതെല്ലാം കൂടെ ചേർന്നാണ് AI. അങ്ങനെയൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു വെൻ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് നമുക്കിത് റെപ്രസെന്റേറ്റ് ചെയ്യാം എന്നവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ പൈപ്പ് ലൈൻ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. NLP pipe line, a systematic process to transform raw text into structured data that machines can understand. Essential for tasks like language translation, sentiment analysis, and text summarization. Cleaning and preparing raw text. എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് റിമൂവ് ചെയ്യുക, കൺവേർട്ടിംഗ് ടു ലോവർ കേസ്. ഇതാ ടെക്സ്റ്റ് പ്രോസസ്സിങ്ങിന്റെ ചില ഭാഗങ്ങളാണ്. സെഗ്മെന്റേഷനിൽ അത് ടെക്സ്റ്റ് ആയിട്ട്, പാരഗ്രാഫ് ആയിട്ട് ഒക്കെ ഡിവൈഡ് ചെയ്യും. പിന്നെ ടോക്കണൈസേഷനിൽ അത് വേർഡ്സ് ആക്കും. പിന്നെ ആ സ്റ്റെമ്മിങ് ആൻഡ് ലെമറ്റൈസേഷൻ,
ഒരു പക്ഷെ ആ ലെമറ്റൈസേഷൻ എന്നുള്ള വാക്ക് ലാംഗ്വേജിനകത്തുനിന്ന് വരുന്നതായിരിക്കും. അത് ആ റൂട്ട് ഫോമിലേക്ക് പോകുന്നതാണ് ലെമറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ റൂട്ട് ഇന്ന വാക്കിന്റെ റൂട്ട് ഇങ്ങനെയാന്നൊക്കെ പറയുന്ന കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ പാർട്ട് ഓഫ് സ്പീച്ച്, നെയിംഡ് എൻറ്റിറ്റി, ഐഡന്റിഫൈങ് എൻറ്റിറ്റീസ് നെയിംസ്, ലൊക്കേഷൻ ഇൻ ദ ടെക്സ്റ്റ്. പാർസിംഗ്, പാർസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്. പിന്നെ എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി ആൻഡ് ആക്യുറസി ഇൻ ടെക്സ്റ്റ് അനാലിസിസ്. ബ്രേക്ക് ഡൗൺ കോംപ്ലക്സ് ലാംഗ്വേജ് ടാസ്ക് ഇൻടു മാനേജബിൾ സ്റ്റെപ്പ്. ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. റിയൽ വേൾഡ് എക്സാമ്പിളില് ദ ഈഫൽ ടവർ ഈസ് ഇൻ പാരീസ്. ടോക്കണൈസേഷനില് ഈഫല്, ലോവർ, ഈസ്, ഇന്ന്, പാരീസ് ആയിട്ട് ടോക്കണൈസ് ചെയ്യും. പാർട്ട് ഓഫ് സ്പീച്ചില് ഈഫല് നൗൺ ആണെന്ന് പറയും, ഈസ് വെർബ എന്ന് പറയും, പാരീസ് പ്രോപ്പർ നൗൺ ആണെന്ന് പറയും. അതില് നമ്മൾ NER എന്ന് പറയുന്ന ആ റെക്കഗ്നൈസില് ഈഫൽ ടവർ ഒരു ലാൻഡ് മാർക്ക് ആണെന്ന് മാർക്ക് ചെയ്യും, പാരീസ് ഒരു ലൊക്കേഷൻ ആയിട്ടൊന്ന് മാർക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രോസസ് അവിടെ നടക്കും. ഞാൻ ഇനി ഷെയർ ചെയ്യുന്നത് ബാക്കിയുള്ള സ്ലൈഡിന്. അവിടെ എന്തോ ഒരു ലിമിറ്റ് ഞാൻ ചെയ്തപ്പോ എന്തോ ഒരു ലിമിറ്റ് കാണിച്ചുകൊണ്ട് ഞാൻ ആ ടൂള് മാറ്റി. ജെമിനി ഞാൻ ഷെയർ ചെയ്യുന്നത് കാണാമല്ലോ അല്ലെ? ഇനി നമുക്ക് അടുത്ത ലൈൻസ് ഇവിടെ ഇവര് കുറച്ചുകൂടെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. Segmentation, breaking down text into smaller units like sentence, paragraph. Quick brown fox jumps over the lazy dog can be segmented into, നമുക്ക് മനസ്സിലാവും. ടോക്കണൈസേഷൻ നമുക്കറിയാം, അത് വേർഡ് ആക്കുകയാണ്. സ്റ്റെമ്മിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ടിലേക്ക് പോവാ. റണ്ണിങ്, റൺസ്, റാനിന്റെ റൂട്ടാണ് റണ്ണ്. ലെമറ്റൈസേഷൻ എന്ന് പറയുന്നത് ബെറ്ററിന്റെ നമ്മൾ ഗുഡാന്ന് പറയും, റണ്ണിങ്ങിന്റെ റണ്ണാന്ന് പറയും അല്ലെ? അതാണ് ഇതിനകത്ത് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യുക. സ്റ്റെമ്മിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുക. ഇതെന്ന് പറയുമ്പോ റൂട്ട് കാണുക എന്നുള്ളത്. റണ്ണിങ്ങിന്റെ ING കളയുക, റൺസിന്റെ എച്ച് കളയുക. പിന്നെ അത് ഒരു ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ അതിന്റെ ED കളയുക. അപ്പൊ അത് സ്റ്റെമ്മിങ് എന്ന് പറയുമ്പോൾ ഇത് ബെറ്റർ എന്നുള്ള വാക്കിന്റെ റൂട്ട് ഗുഡ് ആണെന്ന് കണ്ടുപിടിക്കുക. പാർട്ട് ഓഫ് സ്പീച്ച്, അപ്പൊ അതിനകത്ത് നൗണ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോ അത് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നെയിംഡ് എൻറ്റിറ്റി റെക്കഗ്നേഷൻ, ഇതൊരു നമ്മള് ഈ ടാഗ് കൊടുക്കുന്ന HTML ടാഗ് അല്ല, ഒരു XML എന്ന് പറയുന്നൊരു സാധനമുണ്ട്, എക്സ്റ്റൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ്. അതില് ടാഗ് കൊടുക്കുന്ന പോലൊരു പരിപാടിയായിരുന്നു. അതില് നമ്മൾ ഇങ്ങനെയൊക്കെ ടാഗ് കൊടുക്കും. അപ്പം അഡ്രസ് എഴുതുന്നെങ്കിൽ അഡ്രസ് എന്ന് പറഞ്ഞൊരു ടാഗ്, നെയിം എന്ന് പറഞ്ഞ നെയിം. XML നമ്മളെ ടാഗ് ഉണ്ടാക്കും. നമ്മള് മറ്റത് HTML അവിടെ ഉള്ള ടാഗ് നമ്മൾ ഉപയോഗിക്കുക, XML നമ്മളെ ടാഗ് കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ടാഗ് ചെയ്യുക ചെയ്യുന്നു. അപ്പോ ആപ്പിൾ എന്ന് പറയുന്ന ORG ആയിട്ട് ടാഗ് ചെയ്തു, CEO എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷണൽ പൊസിഷൻ ആയിട്ട് ടാഗ് ചെയ്തു, ടിം കുക്ക് എന്ന് പറയുന്ന പേഴ്സൺ ആയിട്ട് ടാഗ് ചെയ്തു, വിസിറ്റഡ് ഇന്ത്യ അതിനകത്ത് ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്,
ജോഗ്രഫിക്കൽ പൊസിഷനോ അങ്ങനെ വല്ലതും ആയിരിക്കാം. ലാസ്റ്റ് വീക്ക് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ ചില ടാഗ് നമുക്ക് ആ ടാഗ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. ഒരു XML ടാഗിന്റെ പോലെ ഉണ്ട്. ഡിവൈഡിങ് ടെക്സ്റ്റ് ഇൻടു മാനേജബിൾ യൂണിറ്റ്സ്, സ്പ്ലിറ്റിംഗ് സെന്റൻസസ് അറ്റ് പങ്ക്ച്വേഷൻ മാർക്സ്. നമ്മൾ ഈ കോമ മാറുമ്പോൾ സെന്റൻസിന്റെ മൊത്തത്തിലുള്ള മീനിങ് മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. നമ്മൾ ചില ഈ കോമ മാറുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മീനിങ്ങിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലെ. സെന്റൻസ് സെഗ്മെന്റേഷൻ ഈസ് എ ഫണ്ടമെന്റൽ. ഇതിനകത്ത് പങ്ക്ച്വേഷൻ ബേസ്ഡ് സെഗ്മെന്റേഷൻസ് ഉണ്ട്. അവിടെ ആ ഫുൾ സ്റ്റോപ്പ് വെച്ചിട്ട് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ചിലത് റൂൾ ബേസ്ഡ് ആണ്. അബ്രിവേഷൻസ്, കൊട്ടേഷൻ മാർക്ക് ആൻഡ് അതർ ലാംഗ്വേജ് സ്പെസിഫിക് കൺവെൻഷൻസ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സെഗ്മെന്റേഷൻ ഉണ്ട്. Statistical model trained on large data sets can be used to identify sentence boundaries based on patterns in the text. പിന്നെ ആംബിഗ്വസ് പങ്ക്ച്വേഷൻ. ഈ ആംബിഗ്യൂട്ടി അല്ലെങ്കിൽ അവ്യക്തത എന്നുള്ളത് ഈ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ പങ്ക്ച്വേഷൻ മാർക്സിലേക്ക് പീരീഡ്സ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ മീനിങ്. നമ്മൾ കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഡെസിമൽ ആണെന്നോ അബ്രിവേഷൻസ് ആണെന്നോ രണ്ടും ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ആംബിഗ്യൂറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു. ലാംഗ്വേജ് സ്പെസിഫിക് റൂൾസ്. ഡിഫറെന്റ് ലാംഗ്വേജസ് ഹാവ് വേരിയിങ് സെന്റൻസ് സ്ട്രക്ചർ ആൻഡ് പങ്ക്ച്വേഷൻ കൺവെൻഷൻസ്. ഉദാഹരണം, മലയാളത്തില് വെർബിന് സ്ത്രീ പുരുഷ ആ ജെൻഡർ അല്ല. പക്ഷെ ഹിന്ദി പോലെയുള്ള ചില നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജിനൊക്കെ ജെൻഡർ ഉണ്ട്. അതായത് ഒരു പെൺകുട്ടിയാ പറയുന്നെങ്കിലും ജാതിയും, അല്ലെങ്കിൽ ആണാ പറയുന്നെങ്കിൽ ആ ജാതി എന്നുള്ളത് ജാത്താവും, അങ്ങനെയാ പറയുക. അപ്പൊ അങ്ങനെ ആ വെർബിന് പോലും വ്യത്യാസം. അത് ചില ഭാഷകൾ അങ്ങനെയാണ്. കോംപ്ലക്സ് സെന്റൻസ് സ്ട്രക്ചർ. സെന്റൻസസ് വിത്ത് മൾട്ടിപ്പിൾ ക്ലോസസ് ആർ എംബഡഡ് സ്ട്രക്ചർ ക്യാൻ ബി ചലഞ്ചിങ് ടു സെഗ്മെന്റ് ആക്യുറേറ്റ്ലി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. പിന്നെ ടോക്കണൈസേഷൻ, വേർഡ്സ് ആൻഡ് ടോക്കൺ. ടോക്കണൈസേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ടെക്സ്റ്റ് ഇൻടു സ്മാളർ. വേർഡ് ടോക്കണൈസേഷൻ ഉണ്ട്, അത് സിമ്പിൾ ടോക്കണൈസേഷൻ ആണ്. സബ് വേർഡ് ടോക്കണൈസേഷൻ, ബ്രേക്കിംഗ് വേർഡ്സ് ഇൻടു സ്മാളർ യൂണിറ്റ്സ്, എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഹാൻഡ്ലിംഗ്. പിന്നെ പങ്ക്ച്വേഷൻ ടോക്കണൈസേഷൻ ഉണ്ട്, നമ്പർ ടോക്കണൈസേഷൻ ഉണ്ട്, പിന്നെ ലാംഗ്വേജ് സ്പെസിഫിക് ടോക്കണൈസേഷൻ ഉണ്ട്. ഡിഫറെന്റ് ലാംഗ്വേജ് have a unique tokenization rules. പിന്നെ challenges in tokenization. ഇതിലെ challenges ആംബിഗ്യൂട്ടി തന്നെ